അമേരിക്കൻ പൗരത്വമുള്ള 2 മലയാളി പെൺകുട്ടികൾ കന്യാകുമാരിയിൽ ജീവനൊടുക്കി. അമേരിക്കൻ ജീവിതം ഇവർ മടുത്തോ? ഇതാണ് വളരെ പ്രസക്തമായ ചോദ്യം. കാരണം ഈ മരണത്തോടനുബന്ധിച്ച് നടക്കുന്ന വസ്തുതകൾ മനസ്സിലാക്കുമ്പം നമുക്കതാണ് തോന്നുന്നത്. കന്യാകുമാരി 2 സഹോദരിമാർ കടലിൽ മരിച്ച നിലയിൽ കണ്ടു. കന്യാകുമാരിയിൽ 4 ദിവസമായിട്ട് ഇവരെ തപ്പി ബന്ധുക്കളുമെല്ലാം നടന്നു. അവരെ കാണപ്പെട്ടില്ല. 4 ദിവസം മുമ്പ് കാണാതായ കോട്ടയം കിടങ്ങൂർ സ്വദേശികളും US പൗരത്വവുമുള്ള 2 സഹോദരിമാരാണ്. ആനി ഫിലിപ്പ് എന്ന 34-കാരിയും മീര ഫിലിപ്പ് എന്ന 32-കാരിയും. 2 പേർക്കും അമേരിക്ക ജോലിയുണ്ട്, അമേരിക്കൻ പൗരത്വമുള്ളവരാണ്. ഒരാൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, ഒരാൾ സ്കാൻ്റെ എക്സ്പെർട്ടാണ്, സ്കാൻ ചെയ്യുന്നതിൻ്റെ എക്സ്പെർട്ടാണ്. 2 പേർക്ക് നല്ല ശമ്പളവും ഉണ്ട്. ഇവരുടെ പിതാവ് KSRTCയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ 15 വർഷം മുമ്പ് അമേരിക്കയിൽ പോയി. അവിടെ KSRTCയിലെ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹവും ഭാര്യയും മേരിക്കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ഈ കുട്ടികളെ ജനിച്ചു, അവരുടെ വിദ്യാഭ്യാസം നടത്തി. അതിനുശേഷം ഇപ്പോൾ അവർക്ക് പ്രായം മുന്നോട്ട് പോയി. ഈ 2 സഹോദരിമാരെ മറ്റൊരു സഹോദരിയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട് മാതാപിതാക്കൾക്ക്. TJ ഫിലിപ്പിനും ഭാര്യ മേരിക്കുട്ടിയുടെയും ഒരു മകള് UK-യിലാണ്. എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്നറിയില്ല. എങ്കിലും പണമുണ്ടാക്കാനായിട്ട് അമേരിക്കയിൽ പോയി. അമേരിക്കൻ മാതാപിതാക്കൾ ആവശ്യത്തിന് പണവും ഉണ്ടാക്കി. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു, കുട്ടികൾ നല്ല ജോലി ലഭിച്ചു. പക്ഷേ കഴിഞ്ഞ 2 വർഷം മുമ്പ് മാതാപിതാക്കൾ അമേരിക്കയിൽ നിന്ന് മടങ്ങിപ്പോന്നു. അവർ കിടങ്ങൂരാണ് അവരുടെ വീട്. കിടങ്ങൂർ എടാട്ട് കുരിക്കാട്ടിൽ TJ ഫിലിപ്പും മേരിക്കുട്ടി ദമ്പതികളുടെ മക്കളാണ് ഇവർ 2 പേരും. 2 പേരും അവിവാഹിതരാണ്. മാതാപിതാക്കൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇത്ര സൗകര്യം അമേരിക്കയിലുണ്ടായിട്ടും, മക്കൾ അമേരിക്കൻ സിറ്റിസണായിട്ടും, അവർക്ക് നല്ല ജോലി ഉണ്ടായിട്ടും പതുക്കെ അമേരിക്കയിൽ മടങ്ങി കിടങ്ങൂരേക്ക് വന്ന് താമസം തുടങ്ങി. ഈ 2 പെൺകുട്ടികൾ അവിവാഹിതരാണ്. അവർ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്നു. അവർ മീര ഫിലിപ്പ് അതുപോലെ തന്നെ അത് ഇളയ കുട്ടിയാണ്, 32 വയസ്സേ ഉള്ളൂ. മൂത്ത കുട്ടിക്ക് 34 വയസ്സ്. എന്തുകൊണ്ടാണ് ഇവർ വിവാഹം കഴിക്കാതിരിക്കുന്നത്? അത് അമേരിക്കൻ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവിടെ മറ്റുള്ള പുരുഷന്മാരുമായിട്ട് ബന്ധം ഉണ്ടാകാം, ചിലപ്പം കുട്ടികളുണ്ടാകാം. അതൊന്നും അവർക്കൊരു പ്രതിബന്ധമല്ല. അമേരിക്കൻ സംസ്കാരത്തിൽ എപ്പം വേണേലും ഭർത്താവിനെ അല്ലെ ഭാര്യയെ പരസ്പരം അവർക്ക് ഉപേക്ഷിച്ച് പോകാം, വേറെ ബന്ധത്തിൽ പോകാം. മറ്റൊരു സംസ്കാരം വളർന്നു വരുന്ന അമേരിക്കയിൽ പലരും അവിവാഹിതരായി നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ കുട്ടികളെല്ലാം അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഈ 2 പെൺകുട്ടികളും അവിവാഹിതരായി 34 വയസ്സും 32 വയസ്സും വരെ ചെന്നിരിക്കുന്നു. ഏതായാലും US-ലെ സംസ്കാരം അനുസരിച്ച് 2 കുട്ടികളും വളർന്നു. അവരുടെ ജീവിത രീതി അങ്ങനെയുണ്ട്. ഇവർക്ക് അമേരിക്കൻ സംസ്കാരം ആണ് ചെറുപ്പം മുതലേ ഉള്ളത്, ഇന്ത്യൻ സംസ്കാരമല്ല. ഇന്ത്യയിലെ സംസ്കാരത്തിൻ്റെ ലക്ഷ്യം വിഭിന്നമാണ്. നമ്മുടെയൊക്കെ ലക്ഷ്യം, ഇന്ത്യക്കാരുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയുടെ സംസ്കാരം വളരെ വ്യത്യസ്തമാണ് ലോകത്തിലെ മറ്റ് ആൾക്കാരുടെ എല്ലാമായിട്ടും. പണ്ട് നമ്മൾ കപ്പൽ കടന്ന് വിദേശത്ത് പോയാൽ, അല്ലെങ്കിൽ ആ കാലത്ത് ഇന്ത്യ വിട്ടു പോയാൽ, അവരെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആ കടൽ കടന്നാൽ ഭ്രഷ്ട് കൽപ്പിക്കുമായിരുന്നു. അതൊക്കെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതവും നൈതികതയും ഒക്കെ വ്യത്യസ്തമാണ്. ഇവിടെ കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അപ്പനും അമ്മമാർക്കും ഒക്കെ പ്രാമുഖ്യമുള്ള ഒരു കുടുംബ പാരമ്പര്യമാണ് ഇന്ത്യക്കാരുടെ. വ്യത്യസ്തമായ രീതിയിൽ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ചിന്തിച്ചാലും ഇന്ത്യൻ സംസ്കാരം പ്രാചീന കാലം മുതൽ അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. ഈ 2 പെൺകുട്ടികൾ US-ൽ നിന്നും ആനിയും മീരയും അവർ രാമേശ്വരം, മധുര ഒക്കെ സന്ദർശിച്ചു.
അവർ കന്യാകുമാരിയിൽ വന്നു. അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തു, അവിടെ താമസിക്കുകയാണ്. ആ വിവരം മാതാപിതാക്കളെ കിടങ്ങൂർ അറിയാം, ബന്ധുക്കൾക്കറിയാം. അവർ ഹോട്ടലിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ചെത്തിയില്ല. ഹോട്ടലിലെ മുറിയിൽ അവർ ഒരാളുടെ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്, മറ്റൊരാളുടെ മൊബൈൽ ഫോണുമായിട്ടാണ് പുറത്തു പോയത്. ബന്ധുക്കൾ കന്യാകുമാരിയിൽ വന്ന് ഇവരെ കാണാനില്ല, ഇവരെ വിളിച്ചിട്ടെടുക്കുന്നില്ല. ഹോട്ടലുകാർ ബന്ധപ്പെട്ടു. അപ്പോഴാണ് മനസ്സിലായ രണ്ടുപേരും മുറിയിൽ നിന്ന് പോയിട്ട് അവരെ കാണാനില്ല എന്നുള്ള വാർത്തകൾ പരന്നു. അമേരിക്കൻ സിറ്റിസൺസാണ്. എംബസിയിൽ ആ വിവരം അറിയിക്കേണ്ടി വന്നു ഹോട്ടലുകാർക്ക്. വീട്ടുകാരും ബന്ധുക്കളും പലരും കന്യാകുമാരി വന്ന് നോക്കി, അവിടെയെങ്കിലും ഇവരെ കാണാനില്ല. എന്ത് സംഭവിച്ചു എന്നറിയില്ല. പക്ഷെ 4 ദിവസം കഴിഞ്ഞ ദിവസം ബോട്ട് ജെട്ടിയിൽ അവിടെ പാറ ഇടുക്കിൽ ഇവർ രണ്ടുപേരുടെ മൃതദേഹം കാണപ്പെട്ടു. ചീഞ്ഞഴുകിയ നിലയിലാണ്. അതുപോലെ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജിലേക്ക് ആ ഡെഡ് ബോഡി മാറ്റി. അവർ പോസ്റ്റ്മോർട്ടത്തിന് അവിടെ കഴിഞ്ഞിട്ട് ആ മൃതദേഹം കിടങ്ങൂരേക്ക് കൊണ്ടുപോകുമായിരിക്കാം. ഒരു സഹോദരി, UK സഹോദരി മടങ്ങി വരണം. അവരും വന്ന ശേഷമേ മറ്റ് കർമ്മങ്ങളൊക്കെ അവർ നിശ്ചയിക്കുകയുള്ളൂ. ഇനി നമുക്കെന്താണ് ഇന്ത്യക്കാർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അമേരിക്കനിലെ സംസ്കാരമൊന്നും നമ്മൾക്ക് യേശില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ ആൾക്കാർ ഇന്ത്യൻ സംസ്കാരം വിട്ട് അമേരിക്കൻ സംസ്കാരം, യൂറോപ്യൻ സംസ്കാരമൊക്കെ മാറിയാൽ അത് ജീവിതം അവർ മടുക്കും. ഇന്ത്യൻ കുടുംബ പശ്ചാത്തലവും ഇന്ത്യൻ സംസ്കാരത്തിൽ ജീവിച്ചു വരണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഇപ്പം ആയുസ് 80 വർഷം ഒക്കെയാണ്. നമുക്ക് 2 ജന്മം വേണ്ടി വരും. 160 വർഷം വേണം ഏറ്റവും കുറഞ്ഞതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ആലോചിച്ചോളൂ, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിക്കും, വിദ്യാഭ്യാസമൊക്കെ നൽകും. 10-18 വയസ്സാകുമ്പോൾ നമ്മളെ ഒരു ഡിഗ്രി അല്ലെങ്കിൽ 21 വയസ്സ് ഡിഗ്രിയൊക്കെ ആയി. പിന്നെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കേണ്ടി വരും. അപ്പം നമ്മളൊരു ജീവിതം തുടങ്ങുകയാണ്. അത് സർക്കാർ ജീവനക്കാരനാകാം, അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലാകും. ഒരു 24 വയസ്സൊക്കെ മാതാപിതാക്കൾ നമ്മളെ ഒരു വിവാഹത്തിന് നിർദ്ദേശിക്കും. നമ്മൾ വിവാഹം കഴിക്കും. പിന്നെ ഭാര്യയും മക്കളുമായി മാതാപിതാക്കളുടെ ഒപ്പം നമ്മൾ താമസിച്ചു. ചിലപ്പോൾ നമ്മൾ മാറി താമസിക്കും. മക്കളായി നമുക്ക് പിന്നെ അവരെ വിദ്യാഭ്യാസത്തിന് പണം സമ്പാദിക്കണം, അവരെ വളർത്തണം. നമ്മുടെ ചുമതല അങ്ങ് മാറുകയാണ്. മാതാപിതാക്കളെ നോക്കണം, നമ്മുടെ മക്കളെ നോക്കണം. പണം സമ്പാദിക്കാതിരിക്കാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവും കുട്ടികളെയും നോക്കി പണം എങ്ങനെയെങ്കിലും സമ്പാദിച്ച് അവരെ വളർത്തുകയാണ്. മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞ് പിതാവിൻ്റെ തൊഴിൽ ചിലപ്പോൾ ഏറ്റെടുക്കാം. ചിലപ്പം മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കണമല്ലോ. മാതാപിതാക്കൾ അവരൊക്കെ പ്രായമായപ്പോൾ അവർ കിടപ്പിലായി കഴിഞ്ഞാൽ അവരെ ശുശ്രൂഷിക്കണം, അവരെ കാലും കൈയൊക്കെ തിരുമ്മി കൊടുക്കണം. ഇന്ത്യൻ സംസ്കാരം അങ്ങനെയാണ്. അതുങ്ങൾക്ക് വേണ്ട ആഹാരങ്ങൾ നമ്മൾ തേടിക്കൊടുക്കണം, അവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് സമയമില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രായമായെന്ന് നമ്മൾ മനസ്സിലാവും, അവർ കിടപ്പാവും. ആ സമയത്ത് അവർക്ക് ശുശ്രൂഷിക്കണം, മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. അവർ നമ്മളെ പിരിഞ്ഞു പോവും. അവരുടെ കർമ്മങ്ങളൊക്കെ നടത്തണം, മരണാനന്തര ചടങ്ങുകൾ നടത്തണം. ഇതൊക്കെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് അപ്പം പതുക്കെ 10, 45, 50, 60 വയസ്സായിപ്പോയി. അപ്പോൾ നമ്മുടെ മകൾ അല്ലെ മകന് പ്രായമായി. അവർ നമ്മളെപ്പോലെ അടുത്ത വിദ്യാഭ്യാസം കഴിഞ്ഞ അടുത്ത ജീവിതാന്താസ്ഥിതിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നു. നമുക്ക് എവിടാ സമയം? അപ്പോൾ നമുക്ക് 80 വയസ്സ് എത്തിക്കഴിഞ്ഞു, മാതാപിതാക്കളെ കടന്നുപോയി. അപ്പോൾ നമുക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു 80 വർഷം കൂടെ വേണം. 160 വർഷമെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിലനുസരിച്ച് നമുക്ക് ജീവിച്ചു തീർക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മിനിമം 2 ജന്മം വേണം നമുക്ക് എവിടെയാണ് ജീവിതം അവസാനിപ്പിക്കാൻ സമയം? ഈ 2 കുട്ടികൾ ജീവിതം അവസാനിപ്പിച്ചാൽ നമ്മൾ കണ്ടില്ലേ? അത് അമേരിക്കൻ സംസ്കാരമാണ്. നമ്മൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരം അതല്ല. നമ്മൾ മാതാപിതാക്കളെ സംരക്ഷിച്ചു, അതിനുശേഷം നമ്മുടെ മക്കളെ സംരക്ഷിച്ചു. നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ സംരക്ഷിക്കും. അപ്പം ജീവിതം അവസാനിപ്പിക്കാൻ നമുക്ക് സമയം തികയുന്നില്ല.